നമസ്കാരം. കൊച്ചുകുട്ടികളുടെ കഥ പറയുന്നത് ഇന്ന് ഞാനൊരു കഥ പറയാമെന്ന് വിചാരിച്ചു. ഈ കഥ ഞാൻ തന്നെ എഴുതിയതാണ്. എൻ്റെ ഒരാള് എൻ്റെ ഒരു കൂട്ടുകാരിയും പറയാം. ആ ആള് പറഞ്ഞ അയാളുടെ ജീവിതം ഞാൻ എൻ്റെ വരികളിലൂടെ എൻ്റെ അക്ഷരങ്ങളിലൂടെ പകർത്തിയതാണിത്. എൻ്റെ കഥയുടെ പേര് ജീവിതം. ഇതൊരു പെൺകുട്ടിയുടെ കഥയാണ്. ആ പെൺകുട്ടി യഥാർത്ഥ ജീവിതത്തിൽ അനുഭവിച്ച ജീവിതമാണ് ഞാൻ കഥയിലൂടെ പറയാൻ ശ്രമിക്കുന്നത്. പൂമുഖത്തെ ചാരുകസേരയിൽ നെഞ്ചിലെ നരച്ച രോമങ്ങൾക്കിടയിലൂടെ വിലയോടിച്ചു കിടക്കുന്ന അച്ഛനെ കണ്ടപ്പോൾ സങ്കടം തോന്നി. പാവം വയ്യാതായിരിക്കുന്നു. പ്രായത്തേക്കാളേറെ കഷ്ടപ്പാടുകളും ജീവിതത്തിൽ സംഭവിച്ച തിരിച്ചടികളുമാണ് അച്ഛനെ ഇത്ര പെട്ടെന്ന് തളർത്തിയത്. നരച്ച മുടിയും താടിമീശയും ദൈന്യതകളുമെന്ന കണ്ണുകളും എപ്പോഴും ആലോചനയോടെയുള്ള ഇരിപ്പും അച്ഛനെ പെട്ടെന്ന് വയസ്സിലാക്കി. എന്തു സുന്ദരനായിരുന്നു അച്ഛൻ! ഇരുനിറവും ഒത്ത പൊക്കവും മണ്ണവും പൗരുഷമുള്ള മുഖവുമൊക്കെയായി ഒരു സുന്ദരൻ. അച്ഛനും അമ്മയും ഞങ്ങൾ 3 പെൺമക്കളുള്ള കുടുംബം ഒരു കൊച്ചു സ്വർഗം തന്നെയായിരുന്നു. എപ്പോഴും സ്നേഹത്തോടെ മാത്രമേ അച്ഛനെ അമ്മയെ കണ്ടിട്ടുള്ളൂ. കൂട്ടത്തിൽ ഇളയവളായ എന്നോട് അച്ഛൻ ഇത്തിരി സ്നേഹക്കൂടുതലുള്ളതായി തോന്നിയിരുന്നു. കൃഷിപ്പണിയായിരുന്നു അച്ഛന്. സ്വന്തമായുള്ള 2 ഏക്കർ നിലം കൂടാതെ നിലം പാട്ടത്തിനെടുത്തും അച്ഛൻ കൃഷി ചെയ്തിരുന്നു. അന്നത്തെ കൃഷിക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങുമ്പോഴേ ഉത്സവമേളമാണ്. പണിക്കാരി പെണ്ണുങ്ങളും ആണുങ്ങളും അവരുടെ കളിച്ചിരികളും അമ്മയുടെ ഭക്ഷണം ഉണ്ടാക്കലും ഒക്കെയായി ആകെ ഒരു ബഹളം. വിലയ്ക്ക് ഒരുക്കുന്നത് മുതൽ നെല്ല് കൊയ്ത് പത്തായത്തിൽ കഴിക്കുന്നത് വരെ അച്ഛന് വിശ്രമം ഉണ്ടാവില്ല. എല്ല് മുറിയ പണിയെടുക്കും. വൈകുന്നേരം പണിയെല്ലാം കഴിഞ്ഞ് കവലയിലേക്ക് ഒരു പോക്കുണ്ട്. തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ കുട്ടികൾക്കായി എന്തെങ്കിലും കരുതിയിട്ടുണ്ടാവും. കപ്പലണ്ടി മിഠായിയോ പരിപ്പ് വടയോ വറുത്ത ചൂട് കപ്പലണ്ടിയോ അങ്ങനെ എന്തെങ്കിലും. അതിനായി ഞങ്ങൾ കാത്തിരിക്കും. ഇളയ കുട്ടിയായതുകൊണ്ട് ഇത്തിരി കൂടുതൽ എനിക്കാവും കിട്ടുക. അതിന് ചേച്ചിമാരുടെ വഴക്കുകളും വിളക്കങ്ങളും. എന്ത് സന്തോഷമായിരുന്നു അന്ന്! മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകണമെന്നായിരുന്നു അച്ഛന്റെ ആഗ്രഹം. 3 പേരും സാമാന്യം നന്നായി പഠിക്കുകയും ചെയ്തിരുന്നു. ഇടയ്ക്കിടെ ഉണ്ടാകുന്ന കൃഷിനാശങ്ങൾ അച്ഛനെ സാമ്പത്തിക നഷ്ടത്തിലേക്ക് തള്ളിയിട്ടുകൊണ്ടേയിരുന്നു. പക്ഷേ അച്ഛനും അമ്മയും അതൊരിക്കലും മക്കളെ അറിയിച്ചിട്ടില്ല. വലിയേച്ചി ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് ഒരു പണിയുടെ രൂപത്തിൽ അമ്മ ഞങ്ങളെ വിട്ടുപിരിഞ്ഞത്. അമ്മയുടെ അപ്രതീക്ഷിത മരണം അച്ഛനെ വല്ലാതെ ഉറച്ചു കളഞ്ഞു. എങ്കിലും മക്കൾക്ക് വേണ്ടി അച്ഛൻ അതിനെ അതിജീവിക്കുക തന്നെ ചെയ്തു. അമ്മയില്ലാതെ വന്നപ്പോഴാണ് ചേച്ചിയുടെ വിവാഹം എത്രയും പെട്ടെന്ന് നടത്താൻ അച്ഛൻ തീരുമാനിച്ചത്. ആലോചനകൾക്കൊടുവിൽ ഗവൺമെന്റ് സർവീസിൽ പ്യൂണായ ഒരാളുമായി ചേച്ചിയുടെ വിവാഹം നടത്തി. കമ്പോളത്തിൽ വിലവറഞ്ഞിറപ്പിച്ച കന്നാലിയെ കൈമാറുന്നത് പോലെ വിവാഹം നടത്തിയപ്പോൾ 2 ഏക്കർ നിലവും അച്ഛൻ അതിനെ ഉപേക്ഷിച്ചിരുന്നു. നാളുകൾ കടന്നു പോകവേ ജീവിതത്തിലേക്ക് താളപ്പിഴവന്റെ വരവായി. 2ാമത്തെ ചേച്ചി പഠിക്കാൻ പോയ വഴി പരിചയത്തിലായ അന്യമതസ്ഥനായ ഒരാളുമൊക്കെ നാടുവിട്ടപ്പോൾ അച്ഛൻ തകർന്നുപോയി. എന്തിനും വലുതായി കണ്ട അഭിമാനത്തിന് കോട്ടം വന്നപ്പോൾ അച്ഛൻ പിന്നെ അധികം പുറത്തോട്ടിറങ്ങാതെയായി. ആകെ ഉണ്ടായിരുന്ന നിലമില്ലാതായപ്പോൾ കൃഷിപ്പണിയിൽ നിന്നുപോയിരുന്നു. ആരോടും മിണ്ടാൻ പോലും കൂട്ടാക്കാതെ അച്ഛൻ ഉമ്മറത്തെ ചാരുകസേരയിൽ വിദൂരതയിലേക്ക് നോക്കി ഇരിപ്പായി. എന്റെ കാര്യമായിരുന്നു അതിലേറെ കഷ്ടം. മൂത്ത ചേച്ചിയെ ഭർത്താവ് വീട്ടിലേക്ക് വിടാതായി. അച്ഛൻ ഇങ്ങനെയും നിത്യത്തിക്ക് പോലും വഴിയില്ലാതായ കാലം. എങ്ങനെയും പഠിപ്പ് മഴിച്ച ഒരു ജോലി, അതായിരുന്നു സ്വപ്നം. എന്നിട്ട് വേണം അച്ഛന് നല്ല ചികിത്സ കൊടുക്കാൻ, നന്നായി നോക്കാൻ, മനസ്സ് നൽകി സന്തോഷിപ്പിക്കാൻ. ആഗ്രഹങ്ങൾ ഒരുപാടുണ്ട്. അങ്ങനെയാണ് നാട്ടിൽ കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കാൻ തുടങ്ങിയത്. അധ്യാപനം ഇഷ്ടമായിരുന്നതിനാൽ കുട്ടികളും കൂടി വന്നു. പഠനം തുടരാനും വീട്ടിലെ കാര്യങ്ങൾ അതെല്ലാം നടത്തുവാനും സാധിച്ചു. ഒരുവിധം സന്തോഷമായി കാര്യങ്ങൾ നടന്നു വന്നപ്പോഴാണ് ഇടുത്തി പോലെ ആ വാർത്ത വന്നത്. വീടും പുരയിടവും ജപ്തി ചെയ്യാൻ പോകുന്നു. ചേച്ചിയുടെ വിവാഹത്തിനായി വീടും പുരയിടവും വീട് വെച്ച് അച്ഛൻ ബാങ്കിൽ നിന്നും വായ്പ എടുത്തിരുന്നു. 4-5 വർഷമായി തവണകൾ അടയ്ക്കാതെ അത് ലക്ഷങ്ങളിലെത്തിയിരിക്കുന്നു. 1 മാസത്തിനുള്ളിൽ തിരിച്ചടച്ചില്ലെങ്കിൽ വീടും പുരയിടവും ജപ്തി ചെയ്യും. ഇത്രയും രൂപ എവിടെ നിന്നുണ്ടാക്കാൻ? വീട് ഉപേക്ഷിച്ച് ഇറങ്ങുകയേ നിവർത്തിയുള്ളൂ. അമ്മ ഉറങ്ങുന്ന കണ്ടുപേക്ഷിക്കാൻ അച്ഛൻ ഒട്ടും മനസ്സില്ല. അവസാന കാലത്ത് ആ അരികത്ത് വിശ്രമിക്കണമെന്നായിരുന്നു അച്ഛന്റെ ആഗ്രഹം. ഇറങ്ങുവാനുള്ള ദിവസങ്ങൾ അടുത്തു വന്നിരുന്നു. എന്തു ചെയ്യണമെന്നറിയില്ല. പ്രായമായ അച്ഛനെയും വിവാഹപ്രായമെത്തിയ മകളെയും ആരാണ് കൈയേൽക്കുക? ബന്ധുക്കളെല്ലാം ഈ വഴി പണ്ടേ മറന്നുപോയവരാണ്. എല്ലാം അവസാനിപ്പിച്ചാലോ എന്ന ചിന്ത കുറച്ചായി കൂട്ടുന്നുണ്ട്. അതാവുമ്പോൾ ആഗ്രഹം പോലെ അച്ഛൻ അമ്മയ്ക്കെടുത്ത് ഉറങ്ങാം. പണ്ടേ പോലെ അവരുടെ നടുക്ക് ആ കൊച്ചു കുഞ്ഞായി ഇരിക്കും. ഒരു തീരുമാനത്തിലെത്താതെ മനസ്സുഴലുകയാണ്.
ആത്മഹത്യ എന്നത് ഇത്രയേറെ ഹൃദയത്തെ കുഴപ്പിക്കുമെന്നറിഞ്ഞ ദിവസങ്ങൾ. ജീവിതത്തോടുള്ള അടങ്ങാത്ത ആഗ്രഹം ഒരു വശത്ത്, ജീവിതത്തിന്റെ അനിശ്ചിതത്വം മറുവശത്ത്. ഒടുവിൽ അത് തന്നെ നിശ്ചയിച്ചു. അച്ഛനൊന്നും അറിയില്ല. എന്തിനിയും ആ പാവത്തിനെ വിഷമിപ്പിക്കണം? ഏറ്റവും കൂടുതൽ ലാളിച്ച ഈ മകളുടെ കൈകൊണ്ട് തന്നെ അച്ഛന് സന്തോഷമായി ഒരുപിടി അന്നം വാരി കൊടുക്കണം. അതിലൊരു പങ്ക് എനിക്കും. എല്ലാം അവസാനിക്കട്ടെ, അതാണ് നല്ലത്. തീരുമാനങ്ങൾ പുറത്തു വന്നപ്പോൾ മനസ്സിന് സന്തോഷം തോന്നി. എല്ലാം അവസാനിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തായാലും പുറത്ത് ആരെയോ വിളയിച്ചു വെച്ചു. കൂടെ ഒരു സൈക്കിൾ ബെല്ലും പോസ്റ്റ്മാനാവും ജപ്തി അറിയിച്ചുകൊണ്ടുള്ള നോട്ടീസുമായുള്ള വരവാണ്. ഇതിപ്പോ മിക്ക ദിവസവും പതിവാണ്. ഏതായാലും കൈപ്പറ്റാതിരിക്കേണ്ട. അവകാശികൾ ജീവനോടെ ഉണ്ടല്ലോ. വാതിക്കലേക്ക് ചെല്ലുമ്പോൾ തന്നെ കണ്ടു അയാൾ തന്നെ, പോസ്റ്റ്മാൻ. മുഖം നിറയെ ചിരിയുമായി നിൽക്കുന്ന അയാളെ കണ്ട് അത്ഭുതം തോന്നി. ഒരാളുടെ നിസ്സഹായാവസ്ഥയിൽ ഇങ്ങനെ ചിരിക്കാൻ അയാൾക്ക് എങ്ങനെ തോന്നുന്നു? കാർഡിനായി കഴിഞ്ഞിട്ടുമ്പോൾ അയാൾ പറഞ്ഞു, മോളെ ഒരു ഒപ്പിടണം, രജിസ്റ്റേർഡ് ആണ്. ഓ, ഇനി അതിന്റെ കുറവ് വേണ്ട ചേട്ടാ, വേണ്ടതാ എന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ടുമ്പോഴാണ് ആ ചോദ്യം വന്നത്. മോളെ ബാങ്കിന്റെ ടെസ്റ്റ് എഴുതിയിരുന്നു അല്ലേ? ആ, എഴുതിയിരുന്നു. അതുപോലെ എത്രയോ ടെസ്റ്റുകൾ. അതൊക്കെ ഭാഗ്യമുള്ളവർക്കേ കിട്ടൂ ചേട്ടാ. എങ്കിൽ മോൾക്ക് ഭാഗ്യമുണ്ട്, ടെസ്റ്റ് പാസ്സായി. ഇന്റർവ്യൂവിനുള്ള ലെറ്ററാണ് ഇത്. അയാൾ സന്തോഷത്തോടെ ചിരിച്ചു. കേട്ടത് വിശ്വസിക്കാനാവാതെ ഞാൻ അമ്പലത്തോടെ അതിലേറെ അവിശ്വസനീയതയോടെ അയാളെ നോക്കി. സത്യം തന്നെ, കുറച്ചുനാൾ മുമ്പ് എഴുതിയ ബാങ്ക് ടെസ്റ്റിന്റെ ഇന്റർവ്യൂ ആണ് മറ്റന്നാൾ. ഞാൻ സന്തോഷത്തിന്റെ പൊട്ടിക്കരച്ചിലൂടെ അച്ഛനെ കെട്ടിപ്പിടിച്ചു. ആ കവളിൽ ഉമ്മകൾ കൊണ്ട് മൂടി. അച്ഛൻ സ്നേഹത്തോടെ എന്റെ മുടിയിടകളിൽ തലോടി ചുമലിൽ കഴുകി ഒരു കൊച്ചു കുഞ്ഞിനെ എന്ന പോലെ എന്നെ ആശ്വസിപ്പിച്ചു. അച്ഛനും കരയുകയായിരുന്നു. ഇപ്പോൾ 1 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങൾക്കിപ്പോൾ സന്തോഷത്തിന്റെ ദിവസങ്ങളാണ്. ജോലി കിട്ടിയെന്നറിഞ്ഞപ്പോൾ ബാങ്കുകാർ വായ്പ തിരിച്ചറിയുള്ള കാലാവധി നീട്ടി തന്നു. പിണക്കമെല്ലാം മാറ്റിവെച്ച് ചേച്ചിയും ഭർത്താവും കുഞ്ഞുങ്ങളുമായി വീട്ടിലേക്ക് വന്നു. അച്ഛന് സന്തോഷമായി. അച്ഛനൊരു നല്ല ഡോക്ടറെ കാണിച്ചു. നല്ല ചികിത്സയും ആഹാരവും മനസ്സിന് സന്തോഷവും ലഭിച്ചപ്പോൾ അച്ഛൻ ആളാകെ മാറി. ഇനി രണ്ടാമത്തെ ചേച്ചിയെ കൂടെ കാണണം, അവളെ ഒപ്പം കൂട്ടണം. ഇഷ്ടമുള്ളയാളെ സ്വന്തമാക്കിയതിന് ഒരിക്കലും തെറ്റു പറയാനാവില്ലല്ലോ. ഇപ്പോൾ അച്ഛൻ എനിക്ക് വിവാഹം ആലോചിക്കുകയാണ്. സ്ത്രീധനം ആവശ്യമില്ലാത്ത, പെണ്ണിനെ വിൽപ്പനച്ചരക്കാക്കി കാണാത്ത ഒരാളിന് വേണ്ടിയാണ് അന്വേഷണം. അങ്ങനെ ഒരാൾ എവിടെയെങ്കിലും ഉണ്ടാവും, ഉണ്ടാകാതിരിക്കില്ല. വരട്ടെ, ഇനി അതിനായി കാത്തിരിക്കാം.